ദൈവത്തിൻ്റെ മഹത്വം എങ്ങനെ ദൈവസഭയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ദൈവസഭയുടെ മഹത്വം എന്ന് പറയുന്നത് സഭയുടെ കെട്ടിടമല്ല, സഭയുടെ ആസ്തിയല്ല, സഭയ്ക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ഹോസ്പിറ്റലുകളോ അനാഥശാലകളോ അല്ല. അതൊന്നുമല്ല സഭയുടെ മഹത്വം എന്ന് പറയുന്നത്. സഭയുടെ മഹത്വം എന്ന് പറയുന്നത് എന്തുവാ? യേശുവിൻ്റെ സാന്നിധ്യമാണ്. സഭയ്ക്കകത്ത് കടന്നു വരുന്ന നാം യേശുവിൻ്റെ സാന്നിധ്യം അറിയുന്നില്ലെങ്കിൽ അത് കേവലം വെറുതെ ഒരു ആൾക്കൂട്ടം മാത്രമായിരിക്കും. ഈ കാഴ്ചങ്കളാവിൽ പോയാൽ, തൃശ്ശൂർ കാഴ്ചങ്കളാവിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട്? ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില കൂട്ടിൽ പേര് മാത്രമേ ഉള്ളൂ, ആ പുറത്ത് പേരെഴുതിക്കുന്ന ആളകത്തില്ല. മനസ്സിലായോ എന്തോന്ന്? ഇല്ല, മനസ്സിലായി കാണത്തില്ല. പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്തുവാ? മനുഷ്യക്കുരങ്ങ്. അകത്ത് മനുഷ്യക്കുരങ്ങനെ കാണാനൊന്നുമല്ല. അല്ലെ, ചിലതിൻ്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കൂട്ടിൻ്റെ പുറത്ത് എഴുതി ഹിപ്പോപ്പൊട്ടാമസ്. കാണാനില്ല. പലപ്പോഴും ദൈവത്തിൻ്റെ സഭയും അങ്ങനെ തന്നെ ആയിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. ദൈവസഭയുടെ മഹത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പക്ഷെ അതില്ലാതെ വന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് പലരെയും നമ്മൾ പലതും അവിടെ കൊണ്ടുവയ്ക്കേണ്ടി വരും, അല്ലേ? ഇപ്പോൾ ഏത് മൃഗത്തിൻ്റെയും ഡ്രസ്സ് വാങ്ങിക്കാൻ കിട്ടും, കണ്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഈ ടി വിയിലൊക്കെ പിള്ളേരുടെ ചില പരിപാടികൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് സംസാരിക്കുന്ന കുരങ്ങൻ, സംസാരിക്കുന്ന സിംഹമൊക്കെ കണ്ടിട്ടില്ലേ? കണ്ട അതേ വേഷത്തിലൊക്കെ ഇരിക്കുന്നതിന് അതിന് അങ്ങനത്തെ ഡ്രസ്സ്, കോസ്റ്റ്യൂംസ് കിട്ടും. പല കാഴ്ചകളാവിലും ഇപ്പോൾ അങ്ങനത്തെയാ, പല സഭയ്ക്കകത്ത് ഇപ്പോൾ അതാ. ദൈവ സാന്നിധ്യം ഇല്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്? അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവസഭയ്ക്കകത്ത് മടങ്ങി വരണമെങ്കിൽ ആദ്യം വ്യക്തികളിലേക്ക് വരണം. കാരണം നമ്മളാ ദൈവത്തിൻ്റെ സഭ, അല്ലേ? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം എന്നിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ത് ചെയ്യണം? വരണം. പലരിൽ നിന്നും ദൈവ സാന്നിധ്യം എന്നേ ഇറങ്ങിപ്പോയിരിക്കുക. അത് മടക്കിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മൾ ആദ്യം കണ്ടു, ലെറ്റ് അവർ ലൈഫ് ആൻഡ് ചേർച്ച് ബി ക്രൈസ്റ്റ് സെൻറ്റേർഡ്. ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭയും ഒരു ജീവിതവും നമുക്കുണ്ടായിരിക്കണം. കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പുള്ളി ഇറങ്ങിപ്പോയോ നമ്മുടെ വീട്ടിൽ നിന്ന്? ഇല്ലേ? പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പല വീട്ടിൽ നിന്നും പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട്, ഇല്ലേ? അപ്പൻ ഇറങ്ങിപ്പോയ വീടുണ്ട്, മക്കൾ ഇറങ്ങിപ്പോയ വീടുണ്ട്. പോയി കുറേ കഴിഞ്ഞിട്ട് അറിഞ്ഞ് ഇറങ്ങിപ്പോയെന്ന് തന്നെ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ? പോവുമോ? ചിലരുടെ പോകുന്ന ആണി അടിച്ചിട്ടിരിക്കുകയല്ലേ പുള്ളീനെ അവിടെ. കണ്ടിട്ടില്ലേ ഞങ്ങൾ? ചില വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവിനെ ഇങ്ങനെ ആണി അടിച്ച് അവിടെ ആദ്യത്തെ മുറിയിൽ തന്നെ ഇട്ടേക്കുന്നത്. പുള്ളിക്ക് ഇറങ്ങാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ. ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ അങ്ങനെ? പുള്ളി അവിടെ നിന്നൊക്കെ എന്നെ ഇറങ്ങി പോന്നു കേട്ടോ. ചിലരുടെ വീട്ടിൽ ഇപ്പോഴും പുള്ളീനെ എന്ത് ചെയ്തിരിക്കുക? ഇവിടെ ഉണ്ടോ? എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പോഴും ചില വീട്ടിൽ പുള്ളീനെ എന്ത് ചെയ്തിരിക്കുക? ആണി അടിച്ചിട്ടിരിക്കുക. നമുക്കൊന്ന് ഇറക്കണം പുള്ളിയെ അവിടെ നിന്ന്. ഇറക്കിയിട്ട് രാജാവായി നമ്മുടെ ഉള്ളത്തിലൊന്ന് വാഴിക്കണം. രാജാവായിട്ട് നമ്മുടെ ഉള്ളത്തിലൊന്ന് വാഴിക്കണം. അങ്ങനത്തെ വല്ലതും വീട്ടിൽ ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുപോരാം. എനിക്ക് എവിടെ വെക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആണി അടിച്ച് എന്നാ പുള്ളിയെ ഇട്ടേക്കുന്നതെന്ന് വെച്ചാലേ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തി വെച്ചാൽ മതി. ഞാൻ പിന്നെ അവസാനം പറഞ്ഞുതരാം. പക്ഷേ ആ പറഞ്ഞതെന്ന് തോന്നുന്നു എനിക്ക് മനസ്സിലായില്ല എന്ന്. കർത്താവിനെ ഇന്നും
ക്രൂശിൽ തന്നെ കിടത്തിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടിപ്പോരുത്. ഇപ്പം ഞാൻ കുത്തും, കുന്തവും പിടിച്ചോണ്ട് നിൽക്കുക. നമുക്കവനെ നമ്മുടെ ജീവിതത്തിൻ്റെ നാഥനായിട്ട്, കർത്താവായിട്ട്, രാജാവായിട്ട് നമുക്ക് കർത്താവിനെ വാഴിക്കണം. ഹി ഈസ് നോ മോർ ഓൺ ദ ക്രോസ്, നീദർ ഇൻ ദ ടൂംബ്, ഹി ഈസ് ദ കിങ് ഇൻ മൈ ലൈഫ്. ഇനി കർത്താവിനെ കാണണമെങ്കിൽ ക്രൂശിനകത്ത് നോക്കിയാൽ കാണത്തില്ല, കല്ലറയെ നോക്കിയാലും കാണത്തില്ല. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്ക്, നിങ്ങൾക്ക് അവനെ രാജാവായിട്ട് കാണാനായിട്ട് സാധിക്കും. ഹി ഈസ് ദ കിങ് ഇൻ മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ നാഥനായി കർത്താവായിട്ട്. സോ ലെറ്റ്സ് ബ്രിങ് ഹിം ബാക്ക് ആസ് ദ കിങ്. അവനെ രാജാവായി നമുക്ക് നമ്മുടെ കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒരിക്കൽ കൊണ്ടുവന്നാൽ മാത്രം പോരാ, മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് ദർ എവറി ഡേ. എല്ലാ ദിവസവും കർത്താവ് രാജാവായി തന്നെ അവിടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. എന്നാ ഒരിക്കൽ കയറി ഇറങ്ങി പോവും. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചല്ലേ, അശുദ്ധി കണ്ടാൽ അവനെന്ത് ചെയ്യും? പാളയം വിട്ടുപോകും. ഇപ്പോഴും നിൻ്റെ വായെന്ന് വരുന്ന എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചില വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെവി കൊത്തിയിരിക്കേണ്ടി വരും നമുക്ക്. ഇതുപോലെ കർത്താവിന് ചെവി കൊത്തിയിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട് ചില വീട്ടിൽ ചെന്നാൽ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ എല്ലാവർക്കും? കാരണം വായെന്ന് വരുന്നത് സുറിയാനി അല്ല, എബ്രായ ഭാഷയല്ല, പിന്നെ ഏതാണെന്ന് എനിക്കൊന്നും അറിയത്തുമില്ല. ഡിക്ഷണറിയിലൊന്നും ഈ വാക്കൊന്നും നോക്കിയാൽ എന്ത് ചെയ്യത്തുമില്ല, കിട്ടത്തുമില്ല. അതുകൊണ്ട് ചെവിയും പൊത്തിയിരിക്കേണ്ട ഗതികേടാ ചില വീട്ടിൽ കർത്താവിന്. അധികം നേരം ഇരിക്കത്തില്ല കേട്ടോ. സ്തോത്രമത്രേ വരേണ്ടത്. ചേർച്ചയല്ലാത്തതൊന്നും നിൻ്റെ വായിൽ നിന്ന് വരരുത്. കഴിഞ്ഞ ആഴ്ച ഒരാളെക്കുറിച്ച്, വളരെ ഭക്തനായ ഒരാളെക്കുറിച്ച് ഒരാളൊരു സാക്ഷ്യം പറയുന്നത് കേട്ടു. പുഴുത്ത തെറി അയാളുടെ വായെന്ന് വരും അത്രേ. വലിയ വിശുദ്ധനാ. നമ്മൾ എൻ്റെ കണ്ണ് ഫ്യൂസായി പോയെന്നൊക്കെ പറയുന്നത് കേട്ടില്ല ചിലതല്ലേ, എൻ്റെ ചെവി ഫ്യൂസായി പോകുന്ന ടൈപ്പ് വാക്കുകൾ ചിലർ പറയും. ഒരേ ഉറവയിൽ നിന്ന് മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും വരാൻ പാടില്ല. സ്തോത്രം പറയുന്ന ആധാരം കൊണ്ട് ചീത്ത പറയാൻ പാടില്ല. വേറെ എത്രയും നല്ല വാക്കുകളുണ്ട് നമുക്ക് പറയാനായിട്ട്, അല്ലേ? എത്രയും നല്ല വാക്കുകളുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഞാൻ രാവിലെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ യൂണിയൻകാർ അതൊക്കെ ഞാൻ എന്തോ പറഞ്ഞതെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അവളോട്. സോറി, ഞാൻ പറഞ്ഞു, നിങ്ങൾ മാത്രമല്ല ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകളും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് ഫാദർ ഇനി പറയില്ല. ഞാൻ മാർക്കറ്റിൽ പോകുന്നെങ്കിലും കണ്ടാൽ പാസ്റ്റാന്ന് ഇതൊന്നുമല്ല ഇട്ടുകൊണ്ട് പോകുന്നത്, കണ്ടാൽ പാസ്റ്റാന്ന് തിരിച്ചറിയാവുന്ന വേഷത്തിലേ പോകത്തുള്ളൂ. നമ്മുടെ വായിൽ നിന്ന് വരുന്നത് ഒരിക്കലും കർത്താവിന് ചെവി പൊത്തിയിരിക്കേണ്ട ഒന്നും നമ്മുടെ വായെന്ന് വരാൻ പാടില്ല. അശുദ്ധി കണ്ടാൽ ഞാൻ എന്തു ചെയ്യും? പാളയത്തിൽ നിന്ന് പോകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അത് വാക്കുകൾ മാത്രമായിരിക്കരുത്, പ്രവൃത്തി അങ്ങനെ ആയിരിക്കണം, ജീവിതം അങ്ങനെ ആയിരിക്കണം. കർത്താവിനും കൂടി ഇരുന്ന് കഴിക്കാവുന്ന ഊണുമേശയായിരിക്കണം നമ്മുടെ. ഞാൻ ആദ്യത്തെ ആരാധനയിൽ പറഞ്ഞു, ഞാൻ അമേരിക്കയിലൊരു വീട്ടിൽ, ഞാനൊരു ദേശാടനക്കിളിയാണല്ലോ, ഇങ്ങനെ ഇപ്പോൾ 3 വർഷമായിട്ടാണ് യാത്ര ചെയ്യാത്ത. ഇങ്ങനെ പല വീട്ടിലാണ് എനിക്ക് താമസിക്കേണ്ടി വരുന്നത്. ഒരു വീട്ടിൽ ചെന്നപ്പോഴും ഞാനും അവിടുത്തെ പിള്ളേരും മാത്രമേ അവിടെയുള്ളൂ, കാരണം രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുക. വേണ്ടൊരു 12 മണിയൊക്കെ ആയപ്പം എനിക്ക് നല്ല ദാഹം. അപ്പോൾ ഞാൻ വീട്ടിൽ അവിടുത്തെ പയ്യനോട്, ഒരു 8-9 വയസ്സായി കാണും, അടുക്കളയിൽ കയറി അവർ ഫ്രിഡ്ജ് തുറക്കുന്നത് മോശമല്ലേ? ചിലർക്ക് അങ്ങനെയൊന്നും ഇല്ല, അവർ എവിടെയെങ്കിലും കയറി ചെന്ന് എന്തും തുറക്കുന്നത്. ഞാൻ ഒരു മര്യാദ പറഞ്ഞാൽ അങ്ങനെ പോട്ടെ, അത്രയും പറഞ്ഞെങ്കിൽ വിടുക. ഫ്രിഡ്ജ് നിനക്ക് തുറക്കാനല്ല, അതവരുടെ ഒരു സ്വകാര്യ ഇതാ. ചിലരുണ്ട് അങ്ങോട്ട് അടുക്കളയിൽ കയറി എന്തോ കൂട്ടാൻ വെച്ചതെന്ന് വെച്ചാൽ പാത്രം വരെ പൊക്കി നോക്കുന്നവരുണ്ട്. കുറച്ചുകൂടെയൊക്കെ മോഡസ്റ്റ് ആവും, കുറച്ചുകൂടെയൊക്കെ ഡീസൻ്റ് ആവും. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഗൃഹനാഥൻ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ വായനം തുറന്ന് കയറി അവിടെ ചെന്ന് വായ നോക്കിയിരിക്കരുത്. കാരണം അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നീ കഴിക്കാണ്ട് അദ്ദേഹം തന്നെ എത്ര നേരം കഴിച്ചുകൊണ്ടിരിക്കും, അദ്ദേഹം വേഗം അവസാനിപ്പിക്കും. ജസ്റ്റ് വെയിറ്റ് ഔട്ട് സൈഡ്. എന്തിയെ ബാത്റൂമില്ല? ബാത്റൂമിലാണോ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലരുത്, വാതിൽ വരെ അവിടെ ഒന്നില്ലേ. കീപ് ദ മാനേഴ്സ് എല്ലാ വീട്ടിലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഡയറി എടുത്ത് വായിക്കാൻ നിൽക്കരുത്.
അവരുടെ മൊബൈൽ എടുത്ത് നോക്കാൻ നിൽക്കരുത്. അതൊക്കെ പ്രൈവറ്റ്, അവരുടെ സ്വകാര്യ കാര്യങ്ങളാണ്. എനിക്കറിയാം ചിലരൊക്കെ വീട്ടിൽ വന്നാൽ എനിക്ക് അവർക്ക് ആദ്യം, ഞാൻ ആദ്യത്തെ മുറിയിലിരുന്ന എല്ലാം പഠിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്നത്, കണക്ക് എഴുതുന്ന അവിടെ തന്നെ. അവിടെ വെച്ച് ചിലപ്പോൾ വെല്ലടിക്കണം. ഓട്ടെ ഞാൻ അങ്ങോട്ടൊരു കാപ്പി എടുക്കുമ്പോൾ ഇവർക്ക് ഉടനെ എൻ്റെ ഡയറി എടുത്ത് നോക്കണം. അല്ലാത്ത സൂക്കാടാ. പിന്നെ ഞാൻ അതിനൊക്കെ പഠിച്ചവനായതുകൊണ്ട് എല്ലാം അതിനകത്ത് എഴുതത്തില്ല. കാരണം ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാനും വളരെ സൂക്ഷിച്ച് എൻ്റെ ഡയറി എഴുതത്തുള്ളൂ. കാരണം ഞാൻ ചത്ത ആരെങ്കിലും എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ വിശുദ്ധൻ ഇങ്ങനെ ആയിരുന്നൊന്നും ആരും എന്ത് ചെയ്യരുത്. പക്ഷേ ഇതൊക്കെ പ്രൈവറ്റ് കാര്യങ്ങളാണ്. ഡോണ്ട് ഡു ദോസ് തിങ്സ്. ഇതൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു വീട്ടിൽ ചെന്നാൽ പാലിക്കേണ്ട കുറേ മാന്യതകളുണ്ട് നമുക്ക്. ഭക്ഷണമേത് ആരുടെയും വീട്ടിൽ കയറി ചെല്ലരുത്. അതൊക്കെ നമ്മുടെ പാസ്റ്റർമാരോട് പറഞ്ഞു കൊടുത്തിട്ട് പിന്നെയും വരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. ഈ പാസ്റ്റർ എപ്പം നോക്കിയാലും ഞാനതെല്ലാം പറഞ്ഞു വരുന്നത് എന്നാണെന്നറിയാമോ? കീപ് മാനേഴ്സ്, ഡോണ്ട് ബി എ ബാർബേറിയൻ. അത്രയും പറഞ്ഞങ്ങ് വിടുക. അപ്പോഴും ഞാൻ ഈ വീട്ടിൽ ചെന്ന് താമസിച്ചപ്പോൾ എനിക്ക് ഫ്രിഡ്ജ് തുറക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ അവർ തന്നിട്ടുണ്ട്. പാസ്റ്റർക്ക് എന്തോ വേണ്ടതെന്ന് എടുത്ത് കഴിച്ചോ, എന്തോ വേണ്ടതെന്ന് എടുത്ത് കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ വെച്ചാൽ ഞാൻ തിന്ന് നിർത്ത് കഴിഞ്ഞാൽ പിന്നെ അവർ വരുമ്പോൾ എന്തോ ചെയ്യും. അതുകൊണ്ട് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ എനിക്ക് പാസ്റ്ററങ്കിളിന് കുടിക്കാൻ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പുള്ളി അങ്ങോട്ട് ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് അപ്പച്ചൻ തന്നെ കുടിക്കുന്ന കുപ്പിയും എടുത്തുകൊണ്ട് വന്നു. പുള്ളി വിചാരിച്ചു പാസ്റ്ററങ്കിളല്ലേ അപ്പച്ചൻ കുടിക്കുന്നത് തന്നെ എന്ത് ചെയ്തിട്ട് പാസ്റ്ററെ വാങ്ങിച്ചതാ. പിന്നെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി അത് എനിക്കുള്ളതല്ലെന്ന്. ഞാൻ ചോദിച്ചു ഇതെങ്ങനെയാണ് ഇവിടെ വന്നത്? ഇതാ അപ്പച്ചൻ കുടിക്കുന്നതെന്ന്. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പിള്ളേരോട് പറഞ്ഞോളൂടാ, ഇത് പാസ്റ്റർമാർ വരുമ്പോൾ കൊടുക്കാനുള്ളത് അല്ലെന്ന്. ഞാൻ പറഞ്ഞു നിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അശുദ്ധി കണ്ട് നിൻ്റെ പാളയത്തിൽ നിന്ന് അവൻ വിട്ടുപോകാതിരിക്കേണ്ടതിന്. അശുദ്ധി കണ്ട്, വിശുദ്ധന്മാർക്ക് യോഗ്യമല്ലാത്തത് പലതും കണ്ടിട്ട് അവൻ നിൻ്റെ പാളയത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കേണ്ടതിന്. ശരിയാ, വർഷങ്ങൾക്ക് മുൻപ് യേശുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ടൊക്കെ നമ്മൾ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ? ചിലർക്ക് യേശു ഇന്ന് ഉണ്ണി യേശുവാ, അവർക്ക് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരാളാണ്. എൻ്റെ യേശു ഉണ്ണി യേശു അല്ല കേട്ടോ. ഇപ്പം അവൻ രാജാവാ. അവനെ നീ ഇപ്പോഴത്തെ അവസ്ഥ യേശുവിനെ കാണണോ? വെളിപ്പാട് പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. അവൻ്റെ മഹത്വം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ യേശുവിനെ എന്ത് ചെയ്യണം എന്നറിയാമോ? മടക്കി കൊണ്ടുവരണം. യേശു നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്കൊന്ന് മടക്കി കൊണ്ടുവരാം യേശുവിനെ. ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മിപ്പിച്ചതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്ത പലരും ഉള്ളതുകൊണ്ട് പറയാം. അവൻ അധികപ്പറ്റാണെന്ന് തോന്നുന്നിടത്ത് അവൻ പിന്നെ എന്ത് ചെയ്യത്തില്ല? ഇരിക്കത്തില്ല. നോ, ഇപ്പം നമുക്ക് കർത്താവിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം എന്നാ? മക്കൾ രണ്ടും ഗൾഫിലായി അല്ലേ? അത്യാവശ്യം ജീവിതമാർഗ്ഗമൊക്കെ ഉണ്ട്. പണ്ടല്ലായിരുന്നോ അരക്കാശിനും മുതലില്ലാതെ തലചായ്പാനും ഇടവില്ലാതെ നടന്നത്? ഇപ്പം നമുക്കെല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് യേശുവിൻ്റെ ആവശ്യമൊന്നുമില്ല. യേശു ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്തുവാണെന്നറിയാമോ? ഒരു അധികപ്പറ്റ. കർത്താവ് ഇല്ലെങ്കിലും ഞങ്ങൾ കാര്യങ്ങൾ നടത്തിക്കൊള്ളാം എന്നുള്ളൊരു സ്റ്റേജ് ആയിട്ടുണ്ട് നമുക്ക്. അവൻ അധികപ്പറ്റാണെങ്കിൽ എനിക്ക് ഏറ്റവും രസം തോന്നിയൊരു ഭരഭാഗം ഞാൻ പറഞ്ഞുതരാം. കർത്താവും ശിഷ്യന്മാരും കൂടെ ഒരിക്കൽ പടക് യാത്ര ചെയ്ത് പോവുക. ഭയങ്കരം കാറ്റും കോളും ഒക്കെ ഉണ്ടായി. കർത്താവ് അവിടെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നെന്നാണ് പറയുന്നത്. എന്താ കർത്താവ് പ്രവർത്തിക്കാഞ്ഞേ? അവനെ ആവശ്യമില്ലാത്തടത്ത് അവൻ പ്രവർത്തിക്കുന്നു. അവൻ വലിഞ്ഞു കയറി പ്രവർത്തിക്കുന്നവനൊന്നുമല്ല അല്ലെന്ന്. ഉടനെ അവർ പറഞ്ഞു, നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിച്ചപ്പോഴ് ഹി ആക്റ്റഡ്. അവൻ പ്രവർത്തിച്ചു. കർത്താവിന് നമ്മുടെ ജീവിതത്തെ അധികപ്പറ്റാണോ? ഞാൻ കുറച്ചുകൂടെ അവനൊരു ശല്യമായിട്ട് മാറിയോ നിങ്ങൾക്ക്? ചിലർക്ക് കർത്താവ് ഒരു ശല്യമാണ്. ഇന്ന് നമുക്ക് കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാം. കർത്താവേ, വി വാണ്ട് യു ടു ബി ദ കിങ് ഓഫ് അവർ ലൈഫ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രാജാവായി തന്നെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. 2, ദൈവത്തിൻ്റെ മഹത്വ സഭയിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു, ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നമ്മൾ നടത്തപ്പെടണം. സാധിക്കുമോ? സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം. കർത്താവ് പോകാൻ നേരത്തെ എന്ത് പറഞ്ഞേ? ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന്
സത്യത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരാം? അയച്ചു തരാം. അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഒക്കെ, നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ബോധ്യം നൽകി തരും. ഓരോ ദിവസം കർത്താവിനോട് ചോദിക്കുക, കർത്താവ്, ഈസ് ഇറ്റ് ദ റൈറ്റ് ഡിസിഷൻ? ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയാണോ? കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ജീവിത പങ്കാളിയെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, വാങ്ങിക്കാൻ പോകുന്ന വസ്തുവിനെക്കുറിച്ച് കർത്താവിനോട് ചോദിക്കുക, കർത്താവ്, ഈസ് ദിസ് ദ റൈറ്റ് തിങ്? ഇതാണോ ശരിയായത്? എനിക്കറിയത്തില്ല. അവിടുന്ന് എനിക്ക് ആലോചന പറഞ്ഞു തരണം. അവിടുന്ന് എനിക്ക് ജ്ഞാനം പകർന്നു തരണം. ഞാനൊരു കാര്യം പറയട്ടെ, പണത്തിൻ്റെ മുമ്പിൽ കണ്ണ് മങ്ങിപ്പോകരുത്. സൗന്ദര്യത്തിൻ്റെ മുമ്പിൽ കണ്ണ് മങ്ങിപ്പോകരുത്. ജോലിയുടെ മുമ്പിൽ കണ്ണ് മങ്ങിപ്പോകരുത്. വിദ്യാഭ്യാസത്തിൻ്റെ മുമ്പിൽ കണ്ണ് മങ്ങിപ്പോകരുത്. എത്രയോ എത്രയോ എണ്ണം കണ്ണുനീര് ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുക. അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതവും, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനയും, അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും വിട്ടുകളഞ്ഞിട്ട് ലോകത്തിൻ്റെ മറ്റ് പലതിനും മുൻതൂക്കം കൊടുത്ത് ജീവിതം ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലമായി കണ്ണീരിലും കയ്യിലും കിടക്കുന്ന എത്രയോ എണ്ണം, എത്രയോ എണ്ണം. ഇന്നലെ രാത്രി 11 മണിയായപ്പോൾ എന്നെ അമേരിക്കയിൽ നിന്നൊരു പാർട്ടി എന്നെ വിളിച്ചു. ഒരു മലയാളി പെങ്കൊച്ച, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊരു കൊച്ചായിരുന്നു. അമേരിക്കയിലെ എഞ്ചിനീയറാണെന്ന് കേട്ടപ്പോൾ വേറെ ഒന്നും ആലോചിച്ചില്ല. എന്ത് ചെയ്തെന്നറിയാമോ? കല്യാണം നടത്തി അമേരിക്ക വിട്ടു. 17 വർഷം കഴിഞ്ഞപ്പം ഭർത്താവോളെ ഉപേക്ഷിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് വേറെ സ്ത്രീയുടെ പിന്നാലെ പോയിരിക്കുക. പക്ഷേ എനിക്കിവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ ഗ്രീൻ കാർഡ് പോലും ഈ മനുഷ്യൻ ഇത്രയും നാളായിട്ട് ശരിയാക്കിയിട്ടില്ല. എന്നെക്കുറിച്ചുള്ള യാതൊരു രേഖകളും ഇവിടുത്തെ എങ്ങും ഇല്ല. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അയാൾ ഡിവോഴ്സ് പേപ്പർ ഫയൽ ചെയ്തിരിക്കുക. പാസ്റ്റർ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഏത് കുഞ്ഞ്, നീ രക്ഷിക്കപ്പെട്ടതാണ്? ആണ് പാസ്റ്ററെ. സ്നാനപ്പെട്ടതാണ്? ആണ്. എത്ര വർഷമായി? 19 വർഷമായി. പിന്നെ എങ്ങനെ ഈ ബന്ധത്തിൽ അകപ്പെട്ടു? ബാക്കിയിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ച ദൈവം തന്ന ആലോചന ഞാൻ അവരോട് പറഞ്ഞു. ശാന്തമായിരിക്കുക. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കത്തില്ല. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ജീവിതത്തിൻ്റെ ഏതൊരു കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കുന്നതിന് മുൻപും ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് മാത്രം നീ ഒന്ന് ചോദിക്കുക. കർത്താവേ, നിൻ്റെ ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ മാനുഷിക കണ്ണുകൾ കൊണ്ട് മാത്രമേ കാണാനൊക്കത്തുള്ളൂ. ഹൃദയങ്ങളെയും ഉൾപ്പുകളെയും ആരായുന്ന നീയാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്തെന്ന് അവിടുന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. ടു ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നടത്തപ്പെടുക. നീ എവിടെ പോകണമെന്ന് പറയും, നീ എന്ത് ചെയ്യണമെന്ന് പറയും, നീ എങ്ങനെ ആയിരിക്കണമെന്ന് പറയും. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ദൈവം വെളിപ്പെടുത്തി തരും. ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം നിനക്ക് പറഞ്ഞു തരും. എന്ത് പഠിക്കണമെന്ന് ദൈവം പറഞ്ഞു തരും. എവിടെ പോകണമെന്ന് ദൈവം പറഞ്ഞു തരും. ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ബി ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവിനാൽ നടത്തപ്പെടുക. 3, ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ യുവർ ലൈഫ് ഷുഡ് ബി ബിൽഡ് അപ്പോൺ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവ വചനത്തിന്മേലായിരിക്കണം നിൻ്റെ ജീവിതം പണിയേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തിന്മേലായിരിക്കണം. അതന്നെ, ദൈവത്തിൻ്റെ വചനത്തിന്മേൽ പണിതാൽ ദൈവം തന്നെ വചനം വിട്ടൊന്നും ചെയ്യത്തില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, എന്നും വേറെ ദിവസം വായിക്കുന്നൊരു കൈയൊന്നും ഉയർത്താൻ ഞാൻ പറയുന്നില്ല. ഈയിടെ ഒരാൾ പറഞ്ഞു ഞാൻ ദിവസം 10 അധ്യായം വായിക്കുമെന്ന് പറഞ്ഞു. ഞാനും വിചാരിച്ചു ശരി, ഓക്കെ കൊള്ളാം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇന്ന് വായിച്ചത് എവിടുന്നാന്ന് ചോദിച്ചു. പുള്ളിക്ക് എന്നെ ഓർമ്മയില്ല എവിടുന്നാണ് വായിച്ചതെന്ന്. ജോലി സ്ഥലത്തിരുന്നപ്പോഴാണ് ഞാൻ ചോദിച്ചു. ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെന്ന്, കാരണം വായിച്ചിടത്തൊരു അടയാളം വെച്ചിട്ടുണ്ട്, ഇനി അത് നോക്കണം ഏതാ വായിച്ചതെന്ന്. പുള്ളി 10 അധ്യായം എന്നും വായിക്കുന്നുണ്ട്, പക്ഷേ ഏതാ വായിച്ചതെന്ന് പോലും പുള്ളിക്ക് ഓർമ്മയില്ല. എന്നും രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യും? 10 അധ്യായം വായിക്കും. ഇപ്പോൾ എളുപ്പമാണ്, മൊബൈലിലും കൂടെ ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയാമോ? 10 അധ്യായം വായിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഏതാ വായിച്ചതെന്ന് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചാൽ എന്ത് ചെയ്യത്തില്ല? ഒരു ബോധവും ഇല്ല, പൊക്കണവും ഇല്ല. 10 വാക്യമേ വായിച്ചുള്ളേലും അത് നിൻ്റെ ഹൃദയത്തിനകത്തോട്ടൊന്ന് തട്ടട്ടെ. ഈ ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒത്തിരി കറി വയ്ക്കുന്ന സൗകര്യമാരെ എനിക്കറിയാം, പക്ഷെ ഒന്നും വായി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലെന്നേ ഉള്ളൂ. നിങ്ങളെ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞാൽ ചിലരൊക്കെ ചിരിക്കുന്നുണ്ട്. നിങ്ങളെ ആരെയും ഉദ്ദേശിച്ച് എനിക്കറിയത്തില്ല, നിങ്ങളാരുടെ വീട്ടിൽ ഞാൻ വന്ന് കണ്ടിട്ടില്ല. യേശു കർത്താവ് പറഞ്ഞൊരു മറുപടിയേ ഉള്ളൂ, ഒന്ന് മതി, അതങ്ങ് നന്നായി ചെയ്താൽ മതി. ഒന്ന് മതി, അത് നന്നായി ചെയ്യാം. ഒരധ്യായം വായിച്ചുള്ളൂ, അദ്ദേഹത്തിന് നിന്ന് ഒരു വാക്യമെങ്കിലും ഒന്ന് കാണാപ്പാടാൻ പഠിക്കും. ഒന്നും അല്ലെങ്കിൽ ഏതാ വായിച്ചതെന്നെങ്കിലും ഓർമ്മ ഉണ്ടാവട്ടെ.
2 ശമൂവേലിൻ്റെ പുസ്തകം 4-ാം അധ്യായമായി ഇന്ന് ഞാൻ വായിച്ചത്. അതേപ്പോൾ ചോദിച്ചാലും പറയാൻ കഴിയണം. വചനാധിഷ്ഠിതമായ ഒരു ജീവിതം. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനത്തെ അധിഷ്ഠിതമായിരിക്കണം. എന്തുകൊണ്ടാണ്? അതെന്താ ഈ വചനത്തിന് ഇത്രയും പ്രാധാന്യം? ചില ആൾക്ക് വചനം വായിക്കുന്നതിനേക്കാൾ ഇഷ്ടം യൂട്യൂബ് പ്രസംഗം കേൾക്കാനാണ്. കാരണം ചിരിക്കാനല്ലോ ഒത്തിരി. വചനം കേൾക്കേണ്ട കൊച്ചേ, വചനം വായിക്കുക. എന്തുകൊണ്ടാണ് വചനം ഇത്രയും പ്രധാനമെന്ന് അറിയാമോ? മത്തായി 4:4 മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. അതിൻ്റെ അർത്ഥം എന്നാന്ന് പറയുമോ? വേർഡ് ഈസ് എ ബ്രെഡ്. വചനം എന്നാന്നറിയാമോ നിനക്ക്? അപ്പമാ. അതല്ലേ 3 ദിവസം കർത്താവിൻ്റെ പ്രസംഗം കേട്ടിരുന്ന ഒരു വിശപ്പ് പോലും അറിഞ്ഞില്ലല്ലോ. കാര്യം എന്നാ? വചനം എന്തുവാന്നാ പറയുന്നത്? അപ്പമാണെന്നാ പറഞ്ഞു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നിൻ്റെ അകത്ത മനുഷ്യന് ആവശ്യമായ അപ്പം നീ കൊടുക്കണം. അതല്ലേ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചൊരു അർത്ഥം കൂടെ. അന്നുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഇല്ല ഇഡ്ഡലിയും ദോശയും തിന്നുന്ന കാര്യം മാത്രമല്ല, നിൻ്റെ അകത്ത മനുഷ്യനുള്ള വചനവും കൂടെ നീ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. എപ്പോഴെങ്കിലും ഒരു ദൈവവചനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഭാര്യയുടെ ശകാരം കേട്ടിട്ടുണ്ടല്ലോ. എൻ്റെ മനുഷ്യൻ എനിക്കറിയില്ലോ എന്ന് ചോദിക്കില്ല ഇത്രയും നാൾ. എപ്പോഴെങ്കിലും ദൈവവചനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എപ്പോഴെങ്കിലും ഒരു ദൈവത്തിൻ്റെ വചനം കേട്ട്, ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു ശബ്ദം കേട്ട്, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനം കേട്ട് എഴുന്നേറ്റിട്ടുണ്ടോ? കൈയൊന്നും ഉയർത്തണ്ട. വചനം എന്നാണെന്നറിയാമോ? ഇറ്റ്സ് എ ബ്രെഡ്. അത് നിൻ്റെ ശരീരത്തിനപ്പമായിട്ടാണ് ദൈവം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമാണെന്ന് പറയേണ്ടത്. 1 പത്രോസ് 2:2 ഇറ്റ്സ് എ മിൽക്ക്. അത് പാലാ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. അപ്പം വചനം എന്തുവാ? പാലാ. നിനക്ക് ചിലർക്ക് അലർജി ഉള്ളവരുണ്ട് പാലിനോട്. ഉണ്ട്. അവർക്ക് വചനം കേൾക്കുന്നതേ ദേഷ്യ. ഇയാൾക്ക് വേറെ ഒന്നും പറയാനില്ല. അതൊക്കെ ഇന്നാളുടെ പ്രസംഗം നോക്ക്. കുറേ ചിരിക്കാനുണ്ട്, കളിക്കാനുണ്ട് അല്ലേ? നോ. വചനം എന്തുവാണെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് വചനം ജീവിതത്തെ വചനത്തെ പ്രകാരം പണിയണമെന്ന് പറയുന്നതിൻ്റെ കാരണം? ഇറ്റ്സ് എ മിൽക്ക്. നിന്റെ അകത്ത മനുഷ്യന് ആവശ്യമായ പാല. 119 സങ്കീർത്തനത്തിൻ്റെ 105 വാക്യം വായിച്ചു നോക്ക്. വചനം എന്തുവാന്ന് പറയുന്നത്? എന്തുവാ? നിന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നേരായ വഴി ഏതാന്ന് കാണണമെങ്കിൽ ഈ വചനം വായിച്ചാൽ മതി. നീ ഏതിലെ പോകണമെന്ന് നിനക്ക് പറഞ്ഞു തരും. നിന്റെ പാതയ്ക്ക് പ്രകാശമായിട്ട് അല്ലേ? പോകേണ്ട വഴിയിലൂടെ ഇതെന്ത് ചെയ്യുന്നറിയാമോ? ഡയറക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായിരിക്കണമെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്നാ? അത് നമുക്ക് വഴി കാണിച്ചു തരുന്ന നമ്മുടെ പാതയെ. കാരണം ഒത്തിരി വഴികളുണ്ട് ഇവിടെ, നമ്മുടെ ചുറ്റുപാട് ഒത്തിരി വഴികളുണ്ട്. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഏതു ഗുണം എന്നറിയുവാൻ ഇല്ല ജ്ഞാനം എന്നിൽ നാഥ. അവിടുത്തെ വചനം വായിച്ചാൽ നീ പോകേണ്ട വഴി ആ വചനം നിനക്ക് കാണിച്ചു തരും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായിരിക്കണമെന്ന് പറയുന്നത്. 4 ആത്മാവിൻ്റെ വാള്. എന്തിനു വേണ്ടിയാ അത്? ടു ഡിഫെൻഡ് യുവർ എനിമി. നിന്റെ ശത്രുവിനോട് നിനക്ക് പോരാടാൻ കഴിയേണ്ടതിനാ ദൈവം നിനക്ക് തന്നിരിക്കുന്നൊരു ആയുധമാ വചനമെന്ന് പറയുന്നത്. അങ്ങനെയല്ലേ യേശു കർത്താവ് പോലും ശത്രുവിനെ ജയിച്ചത് അല്ലേ? ശത്രുവിൻ്റെ അടുക്ക് വന്നപ്പോൾ എന്ത് പറഞ്ഞത്? എന്ന് എഴുതിയിരിക്കുന്നത് നീ വായിച്ചിട്ടില്ലയോ? പിശാച് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളുമായിട്ട് നമ്മുടെ അടുക്കൽ വരുമ്പോൾ പിശാചിനെ ജയിക്കാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്തുവാ? വചനമെന്ന വാളാ. വചനമെന്ന വാള് അത് നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയുള്ളതാ. പക്ഷെ ഇതറിയണ്ടേ നമുക്ക്? ഇതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ചില ആളുകൾ ദിവസം തലക്കര വെച്ച് ഉറക്കുന്നവരുണ്ട്. പണ്ട് ഇവിടെ വന്നൊരു വിശ്വാസിയുണ്ട്. അതിങ്ങനെ ജാതികളിൽ നിന്ന് വന്നൊരു വിശ്വാസിയാണ്. അവർ രാത്രി കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യും? വാതിലൊക്കെ അടച്ച് വെച്ച് ബൈബിൾ കൊണ്ട് ആ വാതിലെ ചാരി അങ്ങ് വെച്ചേക്കും. ഞാൻ ചുമ്മാ പറയുന്നില്ല, അങ്ങനെ ബൈബിള് കൊണ്ട് ചാരി വയ്ക്കും. കാര്യം എന്നാ? പിശാച് വാതിൽ തുറന്നകത്തോട്ട് എൻ്റെ കുഞ്ഞെ പിശാചിനകത്ത് കയറാൻ വാതിലൊന്നും തുറക്കണ്ട.
അവന് വെൻറ്റിലേറ്ററൊക്കെ വേണം അല്ലേ. പണ്ടൊക്കെ ഈ ഗർഭിണികളുടെ പ്രസവ സമയമാകുമ്പോൾ ബൈബിൾ കൊണ്ട് കട്ടിലിൻ്റെ അവിടെ വെക്കാറുണ്ട്. എന്തിനാ? സുഖപ്രസവത്തിന് വേണ്ടി. ഒരു വയറ്റാട്ടിയുടെ ചുമതലയാണെന്ന് തോന്നുന്നു ബൈബിളിൻ്റെ അന്നേരത്തെ ജോലി. അതുവരെ അലമാരിക്കകത്ത് വെച്ചിരുന്ന സാധനം പിന്നെ എപ്പോഴാണ് ഇതിനെയൊക്കെ ഉപയോഗിക്കുന്നത്? രോഗം വരുമ്പം കൊണ്ട് കട്ടിലിൻ്റെ അടുക്കി വെച്ചേക്കും, തലങ്ങണയുടെ അടി വെച്ചേക്കും. ചിലർ പിന്നെ വചനം എഴുതി പോക്കറ്റ് ഇട്ടേക്കും. ഒരു പോക്കറ്റിൽ വചനവും മറു പോക്കറ്റിൽ ബീഡി ആയിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഒരു പോക്കറ്റുള്ള രണ്ടും കൂടെ ഒന്നിച്ചെഴുതുന്നേ. കണ്ടിട്ടില്ലേ കൊച്ചു കൊച്ചു വാക്യങ്ങളൊക്കെ ഇങ്ങനെ ഇതിനകത്തൊക്കെ അല്ലേ പ്രിൻ്റ് ചെയ്തിട്ട് അല്ലേ? ഒരു വാതയും നിൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ലെന്ന് പറഞ്ഞേച്ച് ആ വാക്യമുണ്ട്. ചാർമിനാറുണ്ടോ? ഇപ്പം ഉണ്ടോ? ഒരിക്കുന്ന ആരെങ്കിലും ഇപ്പം ചാർമിനാറുണ്ടോ? ഇല്ല. എൻ്റെയൊക്കെ കൊച്ചു ആരും പറയും ഓ എന്തൊരു ഭക്തൻ ഉണ്ടോ? ആരെങ്കിലും ഇപ്പം എന്തുവാ ഇപ്പോഴത്തെ ബ്രാൻഡ് എന്തുവാ? ആരും മിണ്ടത്തില്ലല്ലോ, എല്ലാം നല്ല ഭക്തന്മാരല്ലേ. ഇത് രണ്ടും കൂടെ ഒരു പോക്കറ്റിലാട്ടാ. ഏതാ? ഒരു വാതയും നിൻ്റെ കൂടാരത്തിന് അടുക്കത്തില്ല. ഇതുമുണ്ട് അതിനകത്ത്. വചനം അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാനല്ല, നിൻ്റെ ജീവിതം വചനപ്രകാരമായിരിക്കണം. നോക്കാം വചനം എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം വചനാധിഷ്ഠിതമായിരിക്കേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വചനത്തെ ഇറ്റ്സ് എ മിറർ എന്നാ പറയുന്നത്. വചനത്തെ കണ്ണാടിയാന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ? നീ ആരാന്ന് ചൊവ്വയെ അറിയണമെങ്കിൽ വചനത്തിൻ്റെ മുമ്പിൽ നിന്നാൽ മതി. അപ്പോൾ വചനം പറയും നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നതൊക്കെ എന്താ? ദുശ്ചിന്ത, വ്യഭിചാരം, കുലപാതകം, ഇതൊക്കെ നിനക്ക് കാണാം. നിൻ്റെ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്തേച്ചാൽ മതി? ഈ വചനത്തിലൊന്ന് നോക്കിയാൽ മതി. നീ എവിടെ നിൽക്കുന്നെന്ന് അറിയണമെങ്കിൽ, നീ ആരാന്നറിയണമെങ്കിൽ വേർഡ് ഈസ് എ മിറർ. വചനം ഒരു കണ്ണാടിക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. നോക്കാം ഇനി അടുത്ത് എന്തുവാ നോക്കാം. വചനത്തെക്കുറിച്ച് അടുത്ത് പറയുന്നത് എന്നാണെന്നറിയാമോ? യെരമ്യാവ് 23:29 നോക്കിക്കേ. ജെറമ്യാ 23:29 ആണോ? ദൈ വേർഡ് ഈസ് എ ഫയർ. ദൈവത്തിൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ? ദൈവത്തിൻ്റെ വചനം എന്തുപോലാന്ന് പറഞ്ഞ്? തീ പോലാ. അതിന് രണ്ടർത്ഥമുണ്ട്. ചുറ്റിയിലോട്ട് പോകുന്നതിന് മുമ്പ് തീ പോലാ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും, നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും. തീക്ക് രണ്ട് ഗുണമുണ്ട്. അത് നിന്നെ ശുദ്ധീകരിക്കുന്നതാ. ഈ പണ്ടൊക്കെ വലിയ ഇതിൻ്റെ മുമ്പിൽ എന്നറിയുമോ വന്യജീവികൾ വരാതിരിക്കാൻ വേണ്ടി തീയിടുമായിരുന്നു. ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു ഞാൻ നിനക്ക് തീ മതിലായി നിൻ്റെ ചുറ്റുമിരിക്കുമെന്ന്. അപ്പോൾ വചനം എന്തുവാ? നിന്നെ ശുദ്ധീകരിക്കുകയും ചെയ്യും, നിനക്ക് സംരക്ഷണവും തരുന്നതാ. അതുകൊണ്ടാണ് നിൻ്റെ ജീവിതം വചനപ്രകാരമായിരിക്കുന്നത്. ഇത് വചനം എവിടെ കിടക്കുന്നു? നമ്മുടെ ജീവിതം എവിടെ കിടക്കുന്നു അല്ലേ? പണ്ട് നമ്മുടെ നാട്ടിൽ ഈ സാധനങ്ങളൊക്കെ തൂക്കുന്നൊരു സാധനം ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു അതിൻ്റെ പേരെന്നറിയാമോ? വെള്ളിക്കോല്. ആക്ച്വലി അത് വള്ളിക്കോലാ. വെള്ളിക്കോല് കേട്ടിട്ടില്ലയോ? ഈ പച്ചമരുന്ന് കടയിലൊക്കെ ആയുർവേദക്കാർക്ക് ശരിക്കും അറിയേണ്ട ഒരു സാധനം അത്. വെള്ളിക്കോൽ എന്ന് പറഞ്ഞ സാധനമുണ്ട്. വെള്ളിയുമായിട്ടൊരു പൊലബന്ധം പോലും ഇല്ല ഈ സാധനത്തിന്. ഒരു ഇരുമ്പിൻ്റെ ഒരു കാലമാണ് അത്. പക്ഷെ പേരെന്തുവാ? ചിലരൊക്കെ വീട്ടിൽ കാണും ഇപ്പോഴും ആ സാധനം. അത് പഴയ ആഢ്യത്വത്തിൻ്റെ തെളിവാണ്. പേരെന്തുവാ? വെള്ളിക്കോല്. എന്നാൽ ശരിക്കും അതിനെ വള്ളിക്കോലെന്നാണ് വിളിക്കേണ്ട. കാരണം ഒരു വള്ളിയിലാണ് അതിൻ്റെ ഇത് കിടക്കുന്ന മുഴുവനും. പക്ഷെ പേര് വെള്ളിക്കോലെന്നാണ്. വെള്ളിയായിട്ട് ഒരു ബന്ധമല്ല. ഇതുപോലെ ചില ദൈവമക്കൾ വചനവും ദൈവവുമായിട്ട് യാതൊരു കണ്ടില്ലേ? തോമസിനെ കഞ്ചാവ് കിടത്തിയതിനെ അറസ്റ്റ് ചെയ്തെന്ന്. ആ പേര് മാറ്റിയായിരുന്നെങ്കിൽ അത്ര നല്ലതായിരുന്നു എനിക്ക് തോന്നുന്നു. വേറെ വല്ല പേര് അവന് വേറെ വല്ല പേരായിരുന്നു നല്ലത്. ഞാൻ ഇതൊക്കെ പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പേര് വായിക്കും. ഇവൻ്റെ പേര് അതാ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവൻ്റെ പേരെന്തുവാന്ന് നോക്കും. ചിലതിൻ്റെ പേര് കേട്ടാൽ ഏതാണെന്ന് അറിയത്തില്ല. അത് സ്വോത്രം. അങ്ങനത്തെ പേരിടുന്നത് ഏറ്റവും നല്ലത്. ദൈവത്തിൻ്റെ വചനം എന്തുവാന്ന് പറയുന്നത്? ഇറ്റ്സ് ലൈക്ക് എ ഫയർ. അത് തീ പോലാ. നിന്നെ ശുദ്ധീകരിക്കും, നിന്നെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യും. എൻ്റെ വചനം ഒരു തീമതിൽ പോലെ അവർക്ക് ചുറ്റും ഇരിക്കുമെന്നാണ് പറഞ്ഞത്. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ വചനപ്രകാരമാണോ? ദൈവത്തിൻ്റെ സംരക്ഷണം നിനക്കുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം വേർഡ് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്ന് പറയാൻ കാരണം വചനാധിഷ്ഠിതമായിരിക്കണം. അടുത്തത് വായിച്ചു. ഹാമർ, ചുറ്റിക, തകർക്കുന്നയാ. അതല്ലേ വചനത്തിൻ്റെ മുമ്പിൽ പലരിന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും കരഞ്ഞിട്ടുണ്ട്. ദൈവവചനം വായിക്കുമ്പോൾ സംതിങ് ഹിറ്റ് മീ. എന്തോ എന്നെ എന്ത് ചെയ്തെന്നറിയാമോ?
തകർത്തു. എൻ്റെ ജീവിതത്തെ, എൻ്റെ നിഗളത്തെ, എൻ്റെ അഹങ്കാരത്തെ, ഞാൻ ആരോ ആണെന്നുള്ള ഭാവത്തെ, ഞാൻ എന്തൊക്കെയോ ആണ്, എന്നെ തകർക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. വചനാധിഷ്ഠിതമാണോ ജീവിതം? അടുത്തത്, വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ ഞാൻ അവളെ ശുദ്ധീകരിക്കുമെന്ന്. നമ്മെ ശുദ്ധീകരിക്കുന്ന വെള്ളമാ ദൈവത്തിൻ്റെ വചനം. ഇനിയുണ്ട് ഒത്തിരി. അപ്പം നമ്മുടെ ജീവിതം എങ്ങോട്ട് മടങ്ങി വരണം? നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരണം. ചില വീടുകളിലൊക്കെ വേദപുസ്തകം ആദ്യമായിട്ടാണ് വായിക്കുന്നത് ഞങ്ങൾക്കറിയാം. കാരണം അവിടെ ഈ മരിക്കുന്ന സമയത്ത് എല്ലായിടത്തും വായിക്കുന്ന സാധനമാണ് വേദപുസ്തകം വായിക്കും. ചിലയിടത്തൊക്കെ എന്നിരുന്ന് അവർ വായിക്കുന്നത് കേട്ടിട്ട് ചിരിച്ചു പോയിട്ടുണ്ട് ഞാൻ. കാര്യം എവിടെ നിർത്തേണ്ടത്, എവിടെ കോമ, എവിടെ ഏത് വാക്കുകൾ നമ്മളകത്ത് ഒന്നും അറിയത്തില്ല. അങ്ങ് വായിക്കുക. ഇത് അന്നേരം വായിക്കാനുള്ളതല്ല കേട്ടോ. നമ്മുടെ ദൈനംദിന ജീവിതം ദൈവവചനപ്രകാരമായിരിക്കണം. ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെങ്കിൽ, നമ്മുടെ സഭയിലേക്ക് മടങ്ങി വരണമെങ്കിൽ, നമ്മുടെ സഭ വചനാധിഷ്ഠിതമായൊരു സഭയായിരിക്കണം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് വചനത്തിലൂടെ അതിന് മറുപടി കൊടുക്കാൻ കഴിയണം. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 1, കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ നാഥനായിട്ട്, രാജാവായിട്ട് നമ്മൾ മടക്കി കൊണ്ടുവരണം. 2, നമ്മുടെ ജീവിതം ആത്മാവിനാൽ നടത്തപ്പെടുന്ന, പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതമായിരിക്കണം. 3, വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നമുക്കുണ്ടായിരിക്കണം. ജീവിതം മുഴുവനും ദൈവവചനത്തിന്മേൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിതചര്യം മുഴുവനും. 4, ലെറ്റ്സ് ബ്രിങ് ബാക്ക് വേർഷിപ്പ് ഇൻ ടു ദ ചർച്ച്. ആരാധനയെ നമ്മുടെ സഭയിലേക്ക് നമുക്ക് മടങ്ങിക്കൊണ്ടുവരണം. ആരാധന എന്ന് പറയുന്നത് കുറേ ഒച്ചപ്പാടില്ല കളിയൊന്നും അല്ല കേട്ടോ. ചില വർഷങ്ങൾക്ക് മുൻപ് ആൻറ്റി ഈ സഭയിൽ പ്രസംഗിച്ചൊരു പ്രസംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വേർഡ്ലെസ് വർഷിപ്പ് എന്ന് പറഞ്ഞില്ല, വാക്കുകളില്ലാത്തൊരു ആരാധന. അങ്ങനെ ആരാധിക്കാം. ഒരു വാക്ക് പോലും പറയാതെ, ഒരു വാക്ക് പോലും പുറത്തു വരാതെ ദൈവത്തോടുള്ള ഭക്തി നമുക്ക് വെളിപ്പെടുത്താൻ കഴിയും. ദ എക്സ്പ്രഷൻ ഓഫ് അവർ ഡിവോഷൻ ഈസ് കോൾഡ് വർഷിപ്പ്. ദൈവത്തോടുള്ള നമ്മുടെ ഭക്തി വെളിപ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആരാധന എന്ന് പറയുന്നത്. അതെല്ലായ്പ്പോഴും വാക്കുകളിലൂടെ ആയിരിക്കണമെന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം. ഒരു പരീശൻ്റെ വീട്ടിൽ യേശു ഭക്ഷണത്തിൻ്റെ ഇരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പട്ടണത്തിലേക്കും പാവനിയായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു, ഇപ്പോൾ അല്ല. അവളെയാണ് വ്യഭിചാരകർമ്മത്തിൽ പിടിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ്, കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ് ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. കർത്താവ് അവളെ ശിക്ഷ വിധിക്കാതെ അവളെ ജീവനോടെ മറക്കി വിടുക. അന്ന് മുതൽ അവളൊരു തക്കം അന്വേഷിക്കുക യേശുവിനോടുള്ള അവളുടെ നന്ദിയും സ്നേഹവും വെളിപ്പെടുത്താനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ കേട്ടു പരീശൻ്റെ ഭവനത്തിൽ യേശുവിനെ ഭക്ഷണത്തിനെ ക്ഷണിച്ചിരിക്കുന്നു എന്ന്. അവള് വലിയേറിയ സ്വച്ഛജടാംശിയായ തൈലവുമായിട്ട് ഈ യേശുവിൻ്റെ അടുക്കൽ വരികയാണ്. വന്ന് കണ്ണുനീരുകൊണ്ട് അവൻ്റെ കാലുകളെ കഴുകി, അവളുടെ തലമുടി കൊണ്ടതിനെ തുടർത്തി, ആ വെൺകൽ ഭരണി പൊട്ടിച്ച് അവൻ്റെ കാൽക്കിലൊഴിച്ചു. അതിനെ കാലിനെ തെരുതിലാ ചുംബിക്കാൻ തുടങ്ങി. കണ്ടു നിന്നവർ പറഞ്ഞു, ഇവനൊരു ദൈവപുരുഷനായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു ഇവൻ്റെ ഒരു ഭക്തനാന്ന്. തന്നെ തൊടുന്ന സ്ത്രീ ആരാന്ന് ഇവൻ അറിയാമായിരുന്നല്ലോ, അതുപോലും തിരിച്ചറിയുന്നില്ലല്ലോ. അനേക ആളുകളുടെ വിമർശനത്തിൻ്റെ മുൻപിലും അതിനൊന്നും ചെവി കൊടുക്കാതെ അവൻ്റെ കാലുകളിൽ കണ്ണുനീരോടെ ചുംബിക്കുക. വിമർശനത്തോടെ നോക്കുന്ന ഒത്തിരി കണ്ണുകൾ. ഇവളല്ലേ ആ പാപിനിയായ സ്ത്രീ? ഇവളെയല്ലേ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ച് കല്ലെറിയാനായിട്ട് കൊണ്ടുവന്ന സ്ത്രീ? ഇവളല്ലേ അത്? യേശുനാഥൻ അവളെ കാല് തൊടാൻ സമ്മതിച്ചോ? അവൾ പാപിനിയാന്ന് എങ്ങനെ അറിയാം? കർത്താവ് പിന്നെ പറയുന്നുണ്ട്, അധികം ഇളച്ച് കിട്ടിയവൾ. അവള് അധികം ഇളച്ച് കിട്ടിയവൾ. അവിടെ വാക്കുകളില്ല, ഭാഷണമില്ല, കൈകൊട്ടാൻ ആരുമില്ല. കണ്ണുനീരിൽ കുതിർന്ന
ഹൃദയം പകർന്ന സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ളൊരു ആരാധന. ദൈവമക്കളെ, നമ്മുടെ സഭയിലേക്ക് അതൊന്നും മടങ്ങി വരട്ടെ. ദൈവസ്നേഹത്തിൽ നിന്നുള്ളൊരു ആരാധന, ദൈവം ജീവിതത്തിൽ എന്താ ചെയ്തതെന്നുള്ള ബോധ്യത്തിൽ നിന്നുള്ള ആരാധന. ആരെയും കാണിക്കാനല്ല, ആരെന്ത് ചിന്തിച്ചാലും എനിക്കൊരു വിഷയമല്ല. എനിക്കറിയാം, നമ്മുടെ ഒന്നാമത്തെ ആരാധനയിലൂടെ മതിമറന്ന് ആരാധിക്കുന്ന ഒരു സഹോദരനുണ്ട്. ലോകം അവനെക്കുറിച്ച് എന്ത് പറയുന്നത് എനിക്ക് വിഷയമല്ല. പക്ഷെ അവനൊന്ന് പറയാനുണ്ട്. ട്രെയിനിൻ്റെ മുമ്പിൽ ആത്മഹത്യക്ക് വേണ്ടി എടുത്ത് ചാടിയപ്പോൾ ഏതോ ഒരു അദൃശ്യകർ അവനെ പിടിച്ചതിൽ നിന്ന് പുറകോട്ട് കൊണ്ടുവന്ന് മരിച്ചെന്നാ വിചാരിച്ചേ. ട്രെയിനിൻ്റെ മുമ്പ് എടുത്ത് ചാടിയതാ മരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ചാട്ടം പാളത്തോളം എത്തിയില്ല. അതിനു മുമ്പേ ബോധം കെട്ട് വീണു. പെട്ടെന്ന് നോക്കിയപ്പോഴാ ട്രെയിനൊക്കെ പോയി, ആൾ ചത്തിട്ടില്ല. അടുത്ത് കണ്ട് ഓട്ടോറിക്ഷക്കാരനോട് പറഞ്ഞു, എന്നെ ഏതെങ്കിലും ഒരു പ്രാർത്ഥിക്കുന്ന പാസ്റ്ററുടെ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് കർത്താവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. മരണത്തിൽ നിന്നും മരണവാസത്തിൻ്റെ കയ്യിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചു. ആ മനുഷ്യൻ എങ്ങനെ ആരാധിക്കാതിരിക്കും? ആ മനുഷ്യൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ആർക്കൊക്കെ അരോചകമാണെങ്കിലും, ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞെങ്കിലും അവനൊട്ടും അതിന് ചെവി കൊടുക്കത്തില്ല. ഇന്നും അങ്ങനെ തന്നെ ദൈവത്തെ ആരാധിക്കുന്നവനാ. കാര്യമെന്നാ? നന്ദിയുള്ള ഭാഷയിൽ നിന്നുള്ളൊരു ആരാധനയാ. ഇവളുടെ ആരാധന കണ്ടേച്ച്, ഇവളി ചെയ്യുന്ന കണ്ടേച്ച് യേശുവിന് ഭക്ഷണം ഒരുക്കിയ പരീശൻ തന്നെ പറഞ്ഞു, ഞാൻ വിചാരിച്ചത് ഇവൻ്റെ ഒരു വിശുദ്ധനാന്നാ. തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നറിഞ്ഞെങ്കിൽ ഇവൻ കാല് വിലക്കിയനെ, അവളെ തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. ലെറ്റ്സ് ബ്രിങ് ബാക്ക് ദാറ്റ് വർഷിപ്പ്. അങ്ങനെ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന അങ്ങനെ ആയിരിക്കട്ടെ. നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന്, കർത്താവേ, നീ എനിക്ക് ചെയ്ത നന്മകൾക്ക് അങ്ങേ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. അങ്ങേക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. അപ്പ കഴിഞ്ഞ അമേരിക്കൻ പര്യടനത്തിലാണ് നമ്മുടെ ഒരു സഭയിലെ വിശ്വാസി അവിടെ ഉണ്ട്. അദ്ദേഹം താമസിക്കുന്ന സ്ഥലവും ഞാനും തമ്മിൽ ഏതാണ്ട് ഒരു 6 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു, ഞാനിവിടെ ഉണ്ട്, എനിക്കറിയാം നീ താമസിക്കുന്ന ഇത്രയും ദൂരമാണ്, നീ വരണ്ട കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരണ്ട, കാരണം എനിക്കറിയാം 6 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ജോലിയും കഴിഞ്ഞ് 6 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പിന്നെ തിരിച്ച് 6 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകണം അവനെ തിരിച്ച് അവിടെ എത്തണമെങ്കിൽ. ഞാൻ പറഞ്ഞു നീ വരണ്ട, ജസ്റ്റ് നിന്നോടൊരു കുശലമന്വേഷിച്ച് പറയാൻ വേണ്ടി മാത്രം ഇവിടെ വന്നപ്പോൾ ഞാൻ വിളിച്ചോ. എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടടാ ഈ ആശാൻ അവിടെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ഇത് എന്ത് പണിയാ നീ കാണിച്ച്? അല്ല പാസ്റ്ററെ, പാസ്റ്റർ സഞ്ചരിച്ച ദൂരവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം ഇതൊന്നുമില്ലാത്തയാ. പാസ്റ്റർ ഇവിടെ വന്നിട്ട് ഞാൻ പാസ്റ്ററെ കാണാതെ പോയാൽ അത് ഞാൻ ദൈവത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും. കമ്പൽസീവ് സ്നേഹമകത്ത് കത്തുമ്പം ദൂരം ഒരു ദൂരമല്ല കേട്ടോ. കഷ്ടപ്പാടൊരു കഷ്ടപ്പാടല്ല. ആഴമായൊരു ദൈവസ്നേഹം നിന്റെ ജീവിതത്തിൽ വന്നാൽ ഇതൊന്നും നിനക്ക് ഭാരമായി തോന്നത്തില്ല. അങ്ങനെ ഒരു ആരാധന എന്ന് സഭയിലേക്ക് മടങ്ങി വരുമോ അന്ന് ദൈവത്തിൻ്റെ തേജസ് സഭയിലേക്കുണ്ടായിരിക്കും. 5ാമത്തത്, bring fasting and prayer into the church. ദൈവമഹത്വം കാണാൻ ആഗ്രഹമുണ്ടോ? ഉപവാസവും പ്രാർത്ഥനയും സഭയ്ക്കകത്ത് നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമുക്കിപ്പോൾ ഉപവസിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കാര്യം ഇനിയൊന്നും പ്രത്യേകിച്ച് നേടാനൊന്നും ഇല്ല, അത്യാവശ്യം എല്ലാം ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമുക്കെല്ലാം ആയിക്കഴിഞ്ഞു. ഒരു ദിവസം കർത്താവിൻ്റെ അടുക്ക ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ആ പിശാചിനെ പുറത്താക്കാൻ കഴിയാഞ്ഞതിൻ്റെ കാര്യം എന്നാ? കർത്താവ് എന്ന് പറഞ്ഞു, നിങ്ങളുടെ തിയോളജി ശരിയായില്ലെന്ന് പറഞ്ഞു. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ചില വിഷയത്തിന് വിടുതൽ വേണോ? ദൈവമഹത്വം കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഒന്ന് ഉപവസിക്കാൻ തയ്യാറാവൂഞ്ഞേ. ഉപവാസം എന്നുള്ളത് മറ്റ് മതങ്ങളെ പോലെ ഈ മതത്തിൻ്റെ ഒരു ആചാരമല്ല. ഉണ്ട്, ചില മതങ്ങളിലുണ്ട്, ചില വിശ്വാസ സംഹിതകളിലുണ്ട് അല്ലേ.
ഇന്ന സമയത്ത് 40 ദിവസം ഉപവസിക്കണം. പകലെല്ലാം ഉപവസിക്കും, രാത്രി അടിച്ചു കൂട്ടുന്ന ഭക്ഷണം കഴിക്കാൻ കുഴപ്പമുണ്ടാവില്ല. ആ ഉപവാസമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തോടടുത്തിരിക്കും. നിനവേക്കാർ ഉപവസിച്ചല്ലോ, വെള്ളം പോലും കുടിക്കാതെ. അതുകൊണ്ട് വെള്ളം കുടിക്കാതെ സാധാരണ ഉപവസിക്കാതിരിക്കുമെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കരുതൂടെ. ദൈവം നിന്നോട് പറയും എങ്ങനെ ചെയ്യണമെന്നുള്ളത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നാ അവസാനം ഉപവസിച്ച് എനിക്ക് ദൈവത്തോടടുത്തിരിക്കണമെന്നുള്ള ചിന്തയിൽ എന്നാ ഉപവസിച്ച് എനിക്ക് ദൈവകൃപ പ്രാപിക്കണം. മോൾക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഉപവസിച്ചതൊന്നല്ല ഞാൻ ചോദിച്ചത്. മോൻ ഗൾഫിൽ പോകാൻ വേണ്ടി ഉപവസിച്ചൊന്നല്ല ഞാൻ ചോദിച്ചത്. നിന്റെ വസ്തു വിൽക്കാൻ വേണ്ടി ഉപവസിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ഉപവസിച്ചോന്നല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ചില ദൈവകൃപ അനുഭവിക്കണം. എനിക്ക് ദൈവത്തോടുകൂടെ ചേർന്നിരിക്കണം. എനിക്ക് ദൈവമഹത്വം കാണണം. എനിക്ക് ദൈവികമായ ചില അനുഭവങ്ങൾ പ്രാപിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെ എന്നാ നീ അവസാനമായിട്ട് ഉപവസിച്ചത്? അവിടെ ദൈവത്തിൻ്റെ മഹത്വം ദൈവം വെളിപ്പെടുത്തും. അവിടെ ദൈവശക്തി ദൈവം വെളിപ്പെടുത്തും. ആ സഭയിലേക്ക് ദൈവം തൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങുകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ദിവസം ദൈവസ്ഥലത്ത് ഉപവസിക്കാൻ പോവുക. വേറെ ഒന്നിനും വേണ്ടിയല്ല, മക്കൾക്ക് ജോലി കിട്ടാൻ വേണ്ടിയല്ല, നമ്മുടെ പിള്ളേർ ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് ഒന്നുമല്ല. ദൈവത്തിൻ്റെ മഹത്വം കാണണം. ദൈവമഹത്വം എൻ്റെ ജീവിതത്തിൽ കാണണം. കടന്നു വരുന്ന ജീവിതങ്ങൾ ദൈവം വാസ്തവമായി ഇവരുടെ മധ്യേ ഉണ്ടെന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയത്തക്കണം. ദൈവത്തിൻ്റെ മഹത്വം വരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഉപവസിക്കാം. അവസാനമായിട്ട് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടണമോ? ബ്രിങ് ഹ്യൂമിലിറ്റി ആൻഡ് മീക്ക്നെസ്. താഴ്മയും വിനയവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും, താഴ്മയുള്ളവരെ അവൻ കടാക്ഷിക്കും. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ സഭയിൽ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമോ? ലെറ്റ്സ് ലീവ് ഇൻ ഹ്യൂമിലിറ്റി. നമുക്ക് താഴ്മയോടെ ജീവിക്കാം. നമുക്ക് എന്തോ ഉള്ളേ പകഴുവാനുള്ളത്? നമുക്ക് എന്താ പകഴാനുള്ളത്? കണ്ടതല്ലേ നമ്മൾ ഒരു അന്ത്യചുംബനം പോലും കൊടുക്കാൻ നിവൃത്തിയില്ലാതെ 10 അടി മാറി നിന്ന് സകല ശുശ്രൂഷകളും ചെയ്യേണ്ടത് നമ്മൾ കണ്ടതല്ലേ? അനാഥപ്രേരം പോലെ എത്രയോ എണ്ണത്തെ കുഴിച്ചിട്ടത് നമ്മൾ കണ്ടതല്ലേ? ആർക്കും അടുക്കാൻ നിവൃത്തിയില്ലാതെ വേണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ വിട്ടുപോയത് നമ്മൾ പ്രശംസിക്കാൻ എന്തുണ്ട്? മരണസമയത്ത് പറയുന്ന ചില വാക്കുകളുണ്ട്. മനുഷ്യ, നിന്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? മനുഷ്യ, നിന്റെ അവസ്ഥ ഇതാകുന്നുവെങ്കിൽ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. നമ്മുടെ ആരാധനകൾ പോലും ഫാഷൻ പരേഡുകളായി മാറിയില്ലേ? വളരെ വേദനയുണ്ട്, വളരെ ദുഃഖമുണ്ട്. നമ്മളിൽ നിന്ന് താഴ്മയും വിനയവും പടിയറന്നു പോയോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ നമ്മളൊക്കെ വരുന്നത് നമ്മുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടിയാണോ? വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തേണ്ട എൻ്റെ അപ്പോ എന്ത് പിടിക്കുമെന്ന് തോന്നി ഉറച്ചൊരു നിർത്തണില്ല. ചില പിള്ളേരൊക്കെ ബൈക്കിൽ പോകുന്നതാണ് നമുക്കാ പേടി. അവരൊരു പേടിയില്ല. ഇപ്പം നമ്മുടെ പുറത്തോട്ടങ്ങ് വന്ന് കയറുമെന്നാണ് നമ്മുടെ പേടി. എന്താ കാരണം? ഹൃദയത്തിനകത്ത് അഹങ്കാരമാ, നിഗളമാ. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയാം. ദൈവമഹത്വം കാണണമോ? താഴ്മ ധരിക്കാം. നമുക്ക് ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം മാത്രം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. താഴ്മയുള്ളവർക്കാ അവൻ നൽകി കൃപ നൽകി കൊടുക്കുന്നത്. ദൈവമഹത്വം കാണാൻ ആഗ്രഹമുണ്ടോ? ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? താഴ്മ എന്ന് പറയുന്നത് തലകുമ്പിട്ടിരിക്കുന്ന ഒന്നുമല്ല കേട്ടോ. അതൊക്കെ ജാടയാ. അതൊക്കെ കണ്ടാൽ അറിയാം. താഴ്മയുള്ളവനെ നമുക്ക് കണ്ടാലറിയാം. ലെറ്റ്സ് ബ്രിങ് ബാക്ക്. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ സഭയിലേക്ക് മടങ്ങി വരട്ടെ. അതിന് തടസ്സമായി ക്രിസ്തുവിന് വിരോധമായി പൊങ്ങുന്ന സകല ഉയർച്ചകളെയും നമുക്ക് പിടിച്ചടക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ താഴ്മയുള്ളവരായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇത്രയും കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാണോ? ദൈവമഹത്വം നമ്മുടെ തലമുറയിൽ നമുക്ക് കാണാം.
നമ്മുടെ തലമുറയിൽ നമുക്ക് കാണാം, നമ്മുടെ ജീവിതകാലത്ത് നമുക്ക് കാണാം, നമ്മുടെ സഭയിൽ നമുക്ക് കാണാം. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.